ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അല്ല ഇതെങ്കിൽ അതെങ്ങനെ പിന്നെ നിധിയുടെ കയ്യിൽ വന്നത്? അതെനിക്കെങ്ങനെ അറിയാം? എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് ഇത് ഞാൻ എഴുതിയതല്ല എന്ന് മാത്രമാണ്. ഏതെങ്കിലുമൊക്കെ ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരണമെന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? എന്തോ ശിവാനി സംഭവിച്ചേ? ഈ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ മാറിയത്? എന്താ ഉണ്ടായത്? പ്രണവ്, ഒന്നും എനിക്കറിയില്ല. ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ തന്നെ ഞാൻ നിധിയുടെ കയ്യിൽ കൊടുത്തത്. പക്ഷെ അത് എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിയത്തില്ല. ഡോക്ടർ അതൊന്നും തരുമോ? ഇതാ ഞാൻ നോക്കട്ടെ. അയ്യോ, ഇതല്ല ഞാൻ നിധിക്ക് കൊടുത്തത്. നിധി, ആ ബാഗിലൊന്ന് നോക്കൂ. ഞാൻ തന്ന പ്രിസ്ക്രിപ്ഷൻ അതിനകത്തുണ്ടോന്ന്. ബാഗിലുണ്ടായിരുന്ന പ്രിസ്ക്രിപ്ഷൻ അല്ലേ ശിവാനി ഇത്? അതല്ലേ എടുത്ത് ഡോക്ടർക്ക് കൊടുത്തത്? വേറെ ഏത് പ്രിസ്ക്രിപ്ഷൻ ഇതില്? ഞാൻ ആ ബാഗ് നോക്കിക്കോളാം. ഇതാ ഞാൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ. അധികം തന്നെ. യെസ്, ഇതാണ് ഞാൻ എഴുതി കൊടുത്തത്. ഇതാണ് കറക്റ്റ് ടാബ്ലറ്റ്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ബ്ലൂ ഇങ്ക് ആണ്. റേറ്റിംഗിൽ സാധാരണ ഒരു ഡോക്ടറും എഴുതാറില്ല. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ എന്റെ ബാഗിൽ വന്നു? അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ല, നീയാണ് നിധി. നിന്റെ ബാഗിൽ നിന്നല്ലേ ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയത്. അപ്പൊ അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്നുള്ളതിന്റെ മറുപടി പറയേണ്ട ബാധ്യതയും നിന്റേതാ. എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നിന്റെ ബാഗിൽ തന്നെയല്ലേ ഞാൻ ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തത്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ശിവാനി. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം വാങ്ങിക്കൊണ്ട് വന്നതല്ലേ ഈ ടാബ്ലറ്റ്. എന്താ ശിവാനി ഇത്? മനഃപൂർവ്വം നിധി എങ്ങനെ ചെയ്യും? വെറുതെ ഓരോന്ന് പറയല്ലേ ശിവാനി. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതല് എന്ത് കരുതലോടെയാ നിധി നിന്നെ നോക്കിയത്? ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇവള് കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ അഭിനയമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. എങ്ങനെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്തതാ ഇവള്. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ആരെ കൊണ്ടൊരു പ്രിസ്ക്രിപ്ഷൻ ഒപ്പിച്ചെടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയതാ ഇവള്. ഞാൻ പോയി ടാബ്ലറ്റ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതെ വാശി പിടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായതാ. ഭഗവാനെ, നീ കാത്തു. കൃത്യസമയത്ത് ഡോക്ടർ വന്നതുകൊണ്ട് മാത്രം എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഈ ടാബ്ലറ്റ് എങ്ങനെ ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? പ്രണവെ, കണ്ടോ? നിധിയുടെ സ്വഭാവം ഇതാണെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ. എന്നെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഏട്ടത്തി എന്ന് വിളിച്ച് പുറകെ നടന്നതിന് ഇപ്പൊ കിട്ടിയല്ലോ. ഇപ്പൊ മനസ്സിലായോ ഇവളുടെ മനസ്സിലിരിപ്പ്? എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അറിയാതെ ആരും കുറ്റം പറയാൻ പാടില്ല. വെറുതെ നിധിയെ സപ്പോർട്ട് ചെയ്യാൻ വിരലെടുത്തി. നിധി കാണിച്ചത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവളാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ നീ മറ്റൊരാളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ക്രൂര മനസ്സുള്ളവളാണെന്ന് ഞാൻ കരുതിയില്ല നിധി. ആ, ഇതിലെന്തോ കളിയുണ്ട്. സത്യം കണ്ടെത്താതെ കുറ്റം ആരുടെ മേലും ആരോപിക്കരുത്. ഇനിയിപ്പോ എന്ത് സത്യമോ തെളിയിക്കാനുള്ളത്? ഇതിൽ കൂടുതൽ എന്ത് എവിഡൻസ് ആണ് വേണ്ടത്? ഗുളിക വാങ്ങിക്കൊണ്ടുവന്ന് അത് കഴിക്കാനായി എടുത്ത് കയ്യിൽ കൊടുത്തത് പോലും നിധിയല്ലേ? എന്തായാലും നിന്റെ പ്ലാനിങ് കൊള്ളാൻ നിധി. കൃത്യമായി വർക്ക്ഔട്ടായി. പക്ഷേ എല്ലാം മുകളിലിരുന്ന് ദൈവം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാ അതേ സമയത്ത് ഈ ഡോക്ടർ ഇവിടെ വന്ന് കയറിയത്. ഒന്ന് നിർത്താമോ? ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യം പോലും അല്ല. ഒരു കുഞ്ഞിനെ നശിപ്പിച്ചു കളയാനും വേണ്ടി ആ
അസുര ജന്മൊന്നും അല്ല എന്റേത്. ഞാനിത് ചെയ്തിട്ടില്ല. നീ ചെയ്യും. നിനക്ക് മുന്നേ എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അസൂയ നിനക്ക്. നീ കുഞ്ഞ് ജനിക്കാൻ പാടില്ലെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞതാ. കണ്ടല്ലോ പ്രണവേ, ഏട്ടത്തിന്റെ ചെയ്തികളൊക്കെ കണ്ടല്ലോ. തൃപ്തിയായില്ലേ ഇപ്പോ? എന്തിനാ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇവിടെ നിങ്ങൾ അനിയത്തിയെ പോലെ നോക്കിക്കൊള്ളുന്ന് കരുതിയിട്ടല്ലേ എല്ലാ പിണക്കങ്ങളും മറന്ന് നിങ്ങൾ ഇവിടെ ന്യായിപ്പിച്ചത്? എന്റെ വിശ്വാസത്തിന് നിങ്ങൾ നൽകിയ ശിക്ഷയാണ് എടുത്തത്. എടാ നിധി അങ്ങനൊന്നും ചെയ്യില്ലടാ. പ്രഗ്നന്റ് ആയ ശിവാനി പറഞ്ഞതുപോലും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കൊപ്പം ചേർന്നു, നിങ്ങൾക്ക് വേണ്ടി കിട്ടണം. എനിക്കിതൊക്കെ തന്നെ കിട്ടണം. പ്രണവ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടാ. നിർത്ത. എന്തിനാ എന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ നോക്കിയത്? പ്രണവേ, ചിലപ്പോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മാറിപ്പോയതായിരിക്കും. അതൊന്നും അന്വേഷിച്ചു നോക്ക്. നീ കൂടുതൽ ഇതിൽ കയറി ഇടപെടണ്ട. മരുന്ന് മാറിയതാണെങ്കിൽ ഈ അബോർഷൻ ടാബ്ലറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ഇവളുടെ ബാഗിൽ വന്നു? എന്റെ കുഞ്ഞിനെ കൊന്നളയാൻ നോക്കിയതാ ഇവള്. ഇനി ഞാൻ വെറുതെ വിടില്ല. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിനാണ് സത്യം, ഒന്ന് വിശ്വസിക്കുക. ഇത്രയൊക്കെ കാണിച്ച നിനക്ക് ഒരു കള്ളസത്യം ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ഞാൻ സത്യം ചെയ്യാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സത്യം. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ തന്നെയാ ഇത് പ്ലാൻ ചെയ്തത്. ഈ അബോർഷൻ ടാബ്ലറ്റ് വാങ്ങിച്ച് എന്നെ കഴിപ്പിക്കാൻ നോക്കിയത് ഇവിടെ തന്നെയാ. വയറ്റ് കുഞ്ഞില്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഇവൾ ആ കുഞ്ഞിന്റെ പേര് സത്യം ചെയ്യുന്നത്. ഓ, വല്ലാത്ത ഐറ്റം തന്നെയാണ്. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇതുപോരെ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഏതെങ്കിലും പെണ്ണ് വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പിടിച്ച് കള്ളസത്യം ഇടുവോ? ഇല്ലല്ലോ. എന്തിനാ കുഞ്ഞിനെ മാത്രം കൊല്ലാൻ നോക്കിയത്? അത്രയ്ക്ക് അസൂയയും വെറുപ്പും ആണെങ്കിലേ ഇവളെ തന്നെ എന്തെങ്കിലും കലക്കി കൊടുത്ത് അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ? ദ്രോഹി. അതായിരുന്നു ഇതിലും നല്ലത്. ഇവള് വിഷവിത്താണെന്നും ഈ കുടുംബത്തിൽ പടർന്നു കയറി അടിവേരി വരെ നശിപ്പിക്കുമെന്നും ഞാൻ പറഞ്ഞതാ. അപ്പൊ ആരെങ്കിലും കേട്ടോ? ഇനിയും ഇവളെ ഇവിടെ നിർത്തിയ ഈ വീട്ടിലെ സർവ്വ ആളുകൾക്കും വിഷം തന്നിവള് കൊല്ലും. ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല. എങ്ങനെയാണ് ഈ പ്രിസ്ക്രിപ്ഷൻ എന്റെ ബാഗിൽ വന്നതെന്നും ഈ ടാബ്ലറ്റ് വന്നതെന്നും എനിക്കറിയില്ല. പ്രണവ്, എന്നെ ഒന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചതിന്റെ ഫലമാണല്ലോ എനിക്കിപ്പോ കിട്ടിയത്. തലനാരഴക്കല്ലേ എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്.